പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, തേർഡ് മൊഡ്യൂളിൽ ECTക്കാർക്ക് പഠിക്കാനുള്ളത് മൈക്രോ കൺട്രോളർ ആൻഡ് റോബോട്ടിക്സിനെ കുറിച്ചാണ്. PIC 16F877A എന്ന മൈക്രോ കൺട്രോളറിനെ കുറിച്ചാണ് നമ്മൾ വിശദമായി പഠിക്കുന്നത്. ആ മൈക്രോ കൺട്രോളർ എങ്ങനെ പ്രോഗ്രാം ചെയ്യാം, പ്രോഗ്രാം ചെയ്ത മൈക്രോ കൺട്രോളർ ഉപയോഗിച്ച് എങ്ങനെ സർക്യൂട്ടുകൾ നിർമ്മിക്കാം എന്നതിനെക്കുറിച്ച് നമുക്ക് വിശദമായി പഠിക്കേണ്ടതുണ്ട്. ഇതിന് സഹായകരമാവുന്ന 2 സോഫ്റ്റ്വെയറുകൾ നമ്മൾക്ക് കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. മൈക്രോ കൺട്രോളർ പ്രോഗ്രാം ചെയ്യുന്നതിന് വേണ്ടി MPLAB XIDE എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നു. പ്രോഗ്രാം ചെയ്ത മൈക്രോ കൺട്രോളർ ഉപയോഗിച്ച് സർക്യൂട്ടുകൾ നിർമ്മിക്കുന്നതിനും അവയുടെ പ്രവർത്തനം വിലയിരുത്തുന്നതിനും അവയ്ക്ക് വേണ്ടുന്ന പ്രിൻ്റഡ് സർക്യൂട്ട് ബോർഡുകൾ നിർമ്മിച്ചെടുക്കുന്നതിന് വേണ്ടി പ്രോട്ടിയസ് എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ MPLAB XIDE എന്ന സോഫ്റ്റ്വെയർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നതിനെക്കുറിച്ച് വിശദമായി പഠിച്ചു. ഈ ക്ലാസ്സിൽ നമുക്ക് പ്രോട്ടിയസ് 8 എന്ന സോഫ്റ്റ്വെയർ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നതിനെക്കുറിച്ച് വിശദമായി പഠിക്കാം. പ്രോട്ടിയസ് എന്ന സോഫ്റ്റ്വെയർ എങ്ങനെ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം. ഞാനിവിടെ ഇൻ്റർനെറ്റിൽ നിന്നും ഡൗൺലോഡ് ചെയ്യുന്ന സോഫ്റ്റ്വെയറാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. അതിനാദ്യം ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യുക. ഇവിടെ 8 എന്ന് ടൈപ്പ് ചെയ്യുക. പ്രോട്ടിയസിൻ്റെ ക്രാക്ക് വെർഷനാണ് നമ്മൾക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത്. പ്രോട്ടിയസിൻ്റെ ക്രാക്ക് വെർഷൻ വന്നിട്ട് പ്രോട്ടിയസ് 8 ഫുൾ വിത്ത് ക്രാക്ക് വർക്കിംഗ്. അത് ഡബിൾ ക്ലിക്ക് ചെയ്യാം. പ്രോട്ടിയസ് ഡൗൺലോഡ് ആയിട്ടുണ്ട്. നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം. നമുക്കതിൽ ഫയലുകൾ പരിശോധിക്കാം. ഇതിൽ ആദ്യം കാണുന്നത് ക്രാക്ക് എന്ന ഫോൾഡറാണ്. അത് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇതിൽ കാണുന്ന ഫയലുകളെല്ലാം നമുക്ക് ഇൻസ്റ്റലേഷൻ സമയത്ത് ആവശ്യമായി വരും. ഇൻസ്റ്റലേഷൻ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ഇതിലെ ലൈസൻസ് ഫയൽ അത് കോപ്പി ചെയ്ത് ഡെസ്ക്ടോപ്പിൽ പേസ്റ്റ് ചെയ്യാം. ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് കമ്പ്യൂട്ടർ ലൈസൻസ് ഫയൽ ചോദിക്കും. അപ്പോൾ നമ്മൾക്കത് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. പിന്നീട് കാണുന്ന ഫയലുകളെല്ലാം ഇൻസ്റ്റലേഷൻ സമയത്ത് ആവശ്യമായി വരുന്നതാണ്. നമുക്ക് മറ്റ് ഫയലുകൾ നോക്കാം. പിന്നീട് കാണുന്നത് crack.rar ഫയലാണ്. അതൊരു കംപ്രസ്ഡ് ഫയലാണ്. അത് നമുക്ക് ആവശ്യമില്ല. പിന്നെ താഴെ കാണുന്നത് ഒരു PDF ഫയലാണ്. എങ്ങനെ പ്രോട്ടിയസ് ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് വിശദീകരിക്കുന്ന ഒരു ഫയലാണ്. അതിന് താഴെ കാണുന്ന setup.exe ഫയലാണ് ശരിക്കും ഇൻസ്റ്റലേഷൻ ഫയൽ. അതാണ് നമുക്ക് ക്ലിക്ക് ചെയ്യേണ്ടത്. അത് നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഇൻസ്റ്റലേഷൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ yes ഒന്ന് ക്ലിക്ക് ചെയ്യാം. പ്രോട്ടിയസിൻ്റെ ഒരു വിൻഡോ വന്നിട്ടുണ്ട്. ഇവിടെ നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യാം. പിന്നീട് കാണുന്നത് ലൈസൻസ് എഗ്രിമെൻറ്റിനെ കുറിച്ചാണ്. ഇത് നമ്മൾ വായിച്ചതിന് ശേഷം ഇവിടെ ടിക്ക് ചെയ്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ഞാനിവിടെ ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. പിന്നീട് ചോദിക്കുന്നത് ലൈസൻസ് കീയെക്കുറിച്ചാണ്. അപ്പോൾ ഞാൻ യൂസ് ലോക്കലി ഇൻസ്റ്റാൾഡ് ലൈസൻസ് കീ എന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം.
ഇവിടെ വീണ്ടും നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നെ ഇങ്ങനെ ഒരു വിൻഡോ വരുന്നതാണ്. ഇവിടെ ചോദിക്കുന്നത് ലൈസൻസ് കീയെക്കുറിച്ച് ചോദിക്കുന്നതാണ്. ആ ഫയൽ എവിടെയാണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ നമ്മളത് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ബ്രൗസ് ഫോർ കീ ഫയൽ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ ലൈസൻസ് ഫയൽ കോപ്പി ചെയ്തിരിക്കുന്ന ഡെസ്ക്ടോപ്പിലാണ്. അപ്പോൾ ഡെസ്ക്ടോപ്പിൽ നിന്നും നമുക്കത് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ഇതാണ് ലൈസൻസ് ഫയൽ. അത് ക്ലിക്ക് ചെയ്തു, അത് ഓപ്പൺ ചെയ്ത് കൊടുക്കും. പിന്നീട് ഇൻസ്റ്റാൾ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. പിന്നീട് ഇങ്ങനെ ഒരു വിൻഡോ വരും. അത് നമ്മൾ യെസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് ഈ വിൻഡോ നമുക്ക് ക്ലോസ് ചെയ്യാം. പിന്നീട് ഇങ്ങനൊരു വിൻഡോ വരുന്നതാണ്. ഇവിടെ മൂവിൽ ക്ലിക്ക് ചെയ്യാം. മൂവിൽ ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് എന്ന് ക്ലിക്ക് ചെയ്യാം. പിന്നീട് ചോദിക്കുന്നത് ടിപ്പിക്കൽ വേണോ കസ്റ്റം വേണോ എന്ന് ചോദിക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും യൂസ് ചെയ്യാവുന്ന രീതിയിൽ ടിപ്പിക്കൽ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഇൻസ്റ്റലേഷൻ പ്രോഗ്രസ് ആണ്. ഫയലുകളെല്ലാം കോപ്പി ചെയ്ത് തുടങ്ങുന്നു. ഫയലുകളെല്ലാം കോപ്പി ആവുന്നുണ്ട്. ഇൻസ്റ്റലേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് നമുക്ക് ക്ലോസ് ചെയ്യാം. ഇത് നമുക്ക് ക്ലോസ് ചെയ്യാം. പിന്നെ ഇവിടെ നമ്മൾ ഇൻസ്റ്റലേഷൻ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. ഇവിടെ റൺ പ്രോട്ടിയസ് 8 പ്രൊഫഷണൽ എന്നുള്ളൊരു ബട്ടൺ ഉണ്ട്. അത് നമ്മൾ ക്ലിക്ക് ചെയ്യരുത്. നമുക്കിവിടെ ക്ലിക്ക് ചെയ്യേണ്ടത് ക്ലോസ് എന്ന ബട്ടണിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ക്ലോസ് എന്ന് ക്ലിക്ക് ചെയ്യുക. പിന്നീട് ചെയ്യേണ്ടത് പ്രോട്ടിയസ് എന്ന ഫോൾഡറിൽ നമ്മൾ ഡൗൺലോഡ് ചെയ്ത പ്രോട്ടീസ് എന്ന ഫോൾഡറിൽ ക്രാക്ക് ഫയൽ ഒന്നുകൂടെ ഓപ്പൺ ചെയ്യാം. അതിൽ നിന്നും മോഡൽസ് എന്ന ഫോൾഡറും ബിൻ എന്ന ഫോൾഡറും കോപ്പി ചെയ്യണം. ഞാൻ മോഡൽ എന്ന ഫോൾഡർ കോപ്പി ചെയ്തു. എന്നിട്ട് മൈക്ക് കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യുക. അതിൽ സി ഡ്രൈവ് ഓപ്പൺ ചെയ്യുക. അതിൽ പ്രോഗ്രാം ഫയൽസ് ഓപ്പൺ ചെയ്യുക. അതിൽ ലാബ് സെൻറ്റർ ഇലക്ട്രോണിക്സ് അത് ഓപ്പൺ ചെയ്യുക. അതിൽ പ്രോട്ടിയസ് 8 പ്രൊഫഷണൽ ഓപ്പൺ ചെയ്യുക. അവിടെ പേസ്റ്റ് ചെയ്യുക. ഇവിടെ കണ്ടിന്യൂ ബട്ടൺ കൊടുക്കുക, പേസ്റ്റ് ചെയ്യുക. പിന്നീട്
അപ്പോൾ നമ്മൾ മോഡൽ എന്ന ഫോൾഡർ കോപ്പി ചെയ്തു. അതുപോലെ ബിൻ എന്ന ഫോൾഡർ നമുക്ക് അതേ സ്ഥാനത്ത് കോപ്പി ചെയ്യേണ്ടതാണ്. ബിൻ എന്ന ഫോൾഡർ നമുക്ക് കോപ്പി ചെയ്ത് വീണ്ടും കമ്പ്യൂട്ടർ എടുത്തു, സി ഡ്രൈവ് ഓപ്പൺ ചെയ്തു, പ്രോഗ്രാം ഫയൽസ് ഓപ്പൺ ചെയ്തു, ലാബ് സെൻറ്റർ ഇലക്ട്രോണിക്സ് ഓപ്പൺ ചെയ്തു, പ്രോട്ടിയസ് ഓപ്പൺ ചെയ്തു. ഇവിടെ പേസ്റ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് എസ് എന്ന് കൊടുക്കാം. മൂവ് ആൻഡ് റീപ്ലേസ് ക്ലിക്ക് ചെയ്യാം. കണ്ടിന്യൂ. ഓക്കെ, ഇപ്പോൾ ഇൻസ്റ്റലേഷൻ പൂർത്തിയായിട്ടുണ്ട്. നമുക്ക് ഈ വിൻഡോ ക്ലോസ് ചെയ്യാം. ഇപ്പോൾ പ്രോട്ടിയസ് 8 പ്രൊഫഷണലിൻ്റെ ഒരു ഡെസ്ക്ടോപ്പ് ഐക്കൺ വന്നിട്ടുണ്ട്. അത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. പ്രോട്ടിയസ് ഡിസൈൻ സ്യൂട്ട് വേർഷൻ 8.0 ഓപ്പണായി വന്നിട്ടുണ്ട്. ഇതാണ് പ്രോട്ടിയസ് എന്ന സോഫ്റ്റ്വെയർ. ഇതിലെങ്ങനെയാണ് നമ്മൾ സർക്യൂട്ട് ഡിസൈൻ ചെയ്യുന്നതെന്ന് നമുക്ക് പിന്നീടുള്ള ക്ലാസ്സുകളിൽ പഠിക്കാം. താങ്ക് യു.